അയാൾ വെൽക്കം ബാക്ക്. മക്കളെ മാക്സിമം ലൈവ് തന്നെ കയറാൻ നോക്കണം. 20 മാർക്സിനാണ് എഴുതാനുള്ള, എഴുതി ഫലിപ്പിക്കാൻ എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോറൻസിക് ഇപ്പൊ 50ക്കാണ് ഉള്ളത്. സോറി, ഗവൺമെന്റ് ഇപ്പൊ 50ക്കാണ്, പക്ഷെ ഫോറൻസിക്കും പോസിറ്റീവും 100 തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗവൺമെന്റ് പേപ്പർ ഒരു വള്ളി പേപ്പറാണ്. അപ്പൊ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഫോറൻസിക് എന്റെ കൂടെ ഇങ്ങനെ പഠിച്ചു പോയാല് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് പോവാം. പിന്നെ ഞാൻ നോട്ട് എഴുതിപ്പിക്കും. നോട്ട് എഴുതാൻ റെഡിയില്ല എല്ലാവരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിർബന്ധം ഞാൻ പിടിക്കുന്നില്ല. ചിലവര് വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കും. പക്ഷെ ഐ സ്ട്രോങ്ലി സജസ്റ്റ് എഴുതുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. അതായത് നന്നായിരിക്കും എഴുതുന്നത് നോട്ട്. അതായത് 20 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ എടുത്തോണ്ടിരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫോറൻസിക് സൈക്കോളജി ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ ഒരു 4 പാരഗ്രാഫ് അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി ഭാഗാട്ടോ. അഞ്ചാമത്തെ പാരഗ്രാഫ് മുതലാണ് കേട്ടോ. നോക്കിക്കേ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് സെന്റൻസിംഗ് റെക്കമെൻഡേഷൻസ്, treatment recommendations and any other information the judge requested. കണ്ടോ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? സെന്റൻസിങ്, അതായത് അവർക്ക് എങ്ങനെ ശിക്ഷ എങ്ങനെയൊക്കെ കൊടുക്കണം. മാനസിക രോഗിയാണോ, ഇപ്പൊ മാനസിക രോഗമുള്ള ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കേരളത്തിലൊക്കെ അയാൾ മെന്റൽ ഹോസ്പിറ്റലിലെ ഫോറൻസിക് വാർഡിലാണ് അഡ്മിറ്റ് ആക്കുക. കുതിരട്ടത്തുണ്ട് കേട്ടോ ഫോറൻസിക്. അപ്പോ ഞാനൊരു കുതിരട്ടത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് മാത്രം പ്രവേശനമില്ല. കാരണം മിക്കതും കൊലപാതക ശ്രമം നടത്തിയവര് അങ്ങനെയൊക്കെയുള്ളവരാണ്. ലേഡീസിനും ഉണ്ട്, പക്ഷെ ലേഡീസിന്റെ അധികം അവിടെ അന്ന് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ത്രീ കുറ്റവാളികൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ അറിയാതെ കിട്ടുന്ന, എനിക്ക് ഞാനുള്ള സമയത്ത് ഉണ്ടായിരുന്നു രോഗിയായിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധ്യത. അവിടേക്ക് റിക്രൂട്ടഡ് ഡോക്ടേഴ്സിന് മാത്രമാണ്. പിന്നെ പോലീസുകാരാണ്, എപ്പോഴും ഡ്യൂട്ടിക്ക് പോലീസുകാരുണ്ടാവും. അപ്പൊ പറയും ഭയങ്കരമാണ് അവസ്ഥ. കാരണം ഫുഡും ക്രിമിനൽസ് ഒക്കെയാണ് അതിനകത്ത് ഉള്ളത്, മാനസിക രോഗികളുടെ രീതിയിൽ ഉള്ളവര്. ആൻഡ് പുറത്തെ വാർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ആള് ഇരട്ട കൊലപാതകം എന്താണെന്ന് ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. സ്വന്തം അമ്മയിൽ മാനസിക പ്രശ്നമായിട്ടാണ്. ആൻഡ് 16 വർഷം അയാൾ ഫോറൻസിക് ജയിലിലുള്ളിലായിരുന്നു. അതായത് ഇവരുടെ തന്നെ ഫോറൻസിക് വാർഡുണ്ട്, അതിനുള്ളിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏറ്റെടുക്കാൻ ആളുകളില്ലാത്തത്. അതായത് തിരിച്ചവർ എന്തായാലും കൊണ്ടുപോകാൻ പേടിയുണ്ടാവല്ലോ. അപ്പൊ പേടിയുള്ളത് കൊണ്ട് അവര് തിരിച്ച് അവിടെ ഇവരുടെ തന്നെ വേറെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവരെ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് സെന്റൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കൊടുക്കേണ്ട ശിക്ഷ, അത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻ, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആൻഡ് എനി അതർ ഇൻഫർമേഷൻ ജഡ്ജ് റിക്വയർസ്, ജഡ്ജ് വേണ്ട കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് സൈക്കോളജി ഓൾസോ ഇൻവോൾവ്സ് ട്രെയിനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് അഫാൻ ജോളിന്റെ കേസിലൊക്കെ അതൊക്കെ എനിക്ക് അറിയില്ല. നല്ല ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചോദിച്ചത്. അതുപോലെ കേദർനാഥനോ ആസ്ട്രോ പ്രൊജക്ഷൻ വേണ്ടിയിട്ട് അച്ഛനെയും അമ്മേനെയും അനിയത്തിനെയും വീട്ടിലെ വേലക്കാരിനെയും കൊന്നു കത്തിച്ച് അറിയില്ല. അഫാന്റെ കേസ് കുറച്ചു മുന്നേ കേട്ടത് അവൻ സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. പിന്നെ ഓപ്പറേഷന് കിട്ടിയിട്ടില്ല. ജോളി സ്വന്തം കയ്യെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റർ എത്രത്തോളം ഇപ്പൊ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉള്ള ഒരു അമ്മ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ സമൂഹം മൊത്തം സ്ത്രീനെയാണ് കുറ്റം പറയാറുള്ളത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോസ്റ്റ്മോർട്ടം സൈക്കോസിസിന്റെ ഒരു സിംറ്റമാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അമ്മ സ്വയം എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. അതൊരു പോസ്റ്റ്മോർട്ടം ഉള്ള സമയം ഇതെന്താണെന്നറിയോ, ആളുകൾ മതിയായിട്ടുള്ളൊരു കെയർ ഇതിൽ കൊടുക്കില്ല. അതായത് എല്ലാവരും എന്തെങ്കിലും ഉപദേശിക്കും, നമ്മളൊക്കെ 4 പ്രസവിച്ചാൽ നിങ്ങൾ 4, 10, 20 പ്രസവിച്ചൊക്കെ നിങ്ങളായിരിക്കില്ല അപ്പുറത്താണ് ചിലപ്പോൾ വളർന്നതായിരിക്കും. സോ മതിയായ ശ്രദ്ധ കൊടുക്കൂല.
അതിന് സാറിന്റെ കേസ് പറഞ്ഞെങ്കിൽ സാറ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ള ഒരു പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലുള്ള ഉണ്ടായ കുഞ്ഞിനെ കൊണ്ട് അവർ ചിരിച്ചും പോലും അവർ ഒരിക്കലും ഇവരെ കുഞ്ഞിനെ കൊല്ലൂല എന്നുള്ളൊരു എന്താ പറയാ ഒരു ഓവർ കോൺഫിഡൻസിൽ ചിരിച്ചോളൂ, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. പിന്നെ അമ്മായിമ്മ എങ്ങാനും വെള്ളം കുടിക്കാതെ ചിരിച്ചപ്പോ തലയാണിക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് സീരിയസ് ആണ്. ില്ല സൈക്കോസിസ് ഒക്കെ ഇൻസൈറ്റ് പോവാണ്. ആ സമയത്ത് കുഞ്ഞിന്റെ കരച്ചില്, പിന്നെ മതിയായിട്ടുള്ള ഉറക്കം കിട്ടാറുണ്ട്, ഇതൊക്കെ ബുദ്ധിമുട്ടാക്കും. പക്ഷെ മതിയായിട്ട് കെയർ കൊടുക്കുക. അപ്പോൾ സമൂഹം എന്താ ചെയ്യാ, അമ്മേനെ കുറിച്ചുള്ളത് മാനസിക രോഗമായിട്ട് കണക്കാക്കാറ് ഇല്ല. അപ്പൊ ഫോറൻസിക് സൈക്കോളജി ഫണ്ടിയും ജോളിയുടെയും രണ്ടുപേരുടെയും കേസ് എനിക്കറിയാം, ഞാൻ ശരിക്കാട്ടോ. Forensic psychology also involves in training and evaluating police train ചെയ്യുക, പോലീസിന്റെ മെന്റൽ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യുക, or the law enforcement personnel training and evaluate ചെയ്യുക. Forensic psychologists may also help the jury selection. ആ ജൂറിയിൽ ആരൊക്കെ വേണമെന്നുള്ള സെലക്ഷൻ ഒക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഇൻവോൾവ് ആവാറുണ്ട്. Forensic psychology knowledge is used in various forms, such as treating mentally ill offenders. കണ്ടോ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വേറെ ചെയ്യും, മെന്റൽ ഹെൽത്ത് മെന്റലി ഇല്ലായിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യും, ഒഫൻഡേഴ്സ്, അതായത് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ജോളിനെ പോലെ ഫാനെ പോലെയൊക്കെ മെന്റൽ ഹെൽത്ത് ഇൽനെസ് ഉള്ളവര്, അവരൊക്കെ മെന്റൽ ഹെൽത്ത് ഇൽനെസ് ആണെന്ന്. കാരണം വെച്ചാൽ ഒരു നോർമൽ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. Consulting with attorneys, for example, on picking a jury, analyzing a criminal's mind and intent, the intention, and practicing within the civil arena. A forensic psychologist may also choose to solely focus his or her career on research, ranging anywhere from examination of eyewitness testimony to learning how to improve integration method. Researchers eyewitness testimony examine ഇന്റഗ്രേഷൻ മെത്തേഡിൽ ഇംപ്രൂവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, അതായത് പിന്നെ മെന്റലി ഇല്ലായിട്ടുള്ള ഒഫൻഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുക, പിന്നെ അറ്റോർണീസിനെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്രിമിനലിന്റെ മൈൻഡ് ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ എന്താണ് ഐ വിറ്റ്നസ് ടെസ്റ്റിമണി അല്ലെങ്കിൽ ഇന്റർവേഷൻ മെത്തേഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യുക, ഇതൊക്കെ അവർ ചെയ്യണം. Another form of forensic psychology work in public policy. Public പോളിസികളൊക്കെ ഉണ്ടാക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില എനിക്കത് സൈക്കോളജിസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്തത്, എന്റെ നാട്ടിലൊരു സ്ഥലമുണ്ട്, ബംഗ്ലാദേശ് കോളനി എന്നായിരുന്നു പണ്ട് അത് അറിയപ്പെടുന്നത്. ഭയങ്കര കൃത്യങ്ങൾ നടന്ന സ്ഥലമാണ്. എന്റെ മകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മയക്കുമരുന്ന്, അതുപോലെ ഇമോറൽ ട്രാഫിക്കിങ്, അങ്ങനത്തെ പല കാര്യങ്ങൾ നടന്നു. കുഞ്ഞുങ്ങൾ പോലും പകുതിക്ക് അങ്ങോട്ട് ഒരു ഏരിയ ആ ആളുകൾ അവിടെ കയറാൻ പോലും, അങ്ങനെ പബ്ലിക്കിന് ആ ഒരു സ്ഥലത്തേക്ക് കയറാൻ പോലും പ്രശ്നമായിരുന്നു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോ അത് പുനരധിവസിപ്പിച്ചിട്ട് ഒരു അടിപൊളി സ്നേഹതീരം ഒരേപോലെയുള്ള വീടുകൾ അവരെ പുനരധിവസിപ്പിച്ചു. എനിക്കറിയില്ല അവിടെ വീടുകൾ സ്നേഹതീരം തന്നെ അറിയില്ല. ഞാൻ ബംഗ്ലാദേശ് കോളനി Bangladesh colony in Calicut, once a notorious area for illegal activities, has undergone significant transformation. Shanti Nagar ആണോ, സ്നേഹനഗർ അല്ല, ശാന്തി നഗർ. ഒരേപോലെ ടവറുള്ളത്. ഇല്ല, ഫോട്ടോസ് നെറ്റിൽ അവൈലബിൾ അല്ലാട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ പൈറസി മാനിച്ചിട്ടായിരിക്കണം. ഈ ബട്ട് റോഡ് ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇല്ല ഇല്ല കേട്ടോ. ഇപ്പൊ അതൊരു 218 ഫാമിലീസിനാണ് കൊടുത്തത്.
കേട്ടോ. ഫോട്ടോസ് ഇല്ല, പക്ഷെ അത് കറക്റ്റ് ഒരേപോലെയുള്ള അതൊക്കെ ഒരേ പെയിന്റുമായിരുന്നു. പെയിന്റുകളൊക്കെ ഓരോ വീട്ടുകാർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള എന്താണ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കാൻ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുടെ സഹായം ഉപയോഗിക്കാറുണ്ട്. മൊത്തത്തിൽ പുനരധിവസിപ്പിക്കാനൊക്കെ. The researcher can help in the design of correctional facilities and prisons. എങ്ങനെ correctional facilities prison എങ്ങനെ കൊണ്ടുപോകണം. ശരിക്കും prison എന്ന് പറയുന്നത് ആ കൊണ്ടുപോയ കുറ്റവാളിയെ തിരിച്ചെടുക്കുമ്പോഴത്തേനും നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ ജയിലുകൾ കുറ്റവാളികളെ വീണ്ടും അതിലും വലിയ നൊട്ടോറിയസ്. The role of forensic psychologist in simple terms can be explained as designing, assisting the legal system. Legal system എല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്ന് എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഞാൻ എവിടെയെങ്കിലും അതിന്റെ പിക്ചർ ഇട്ടാണ് കാണിച്ചത്. ഒരേപോലെയുള്ള വീടില്ല, രണ്ടും കൂടി ഒരു അടുക്കളയാണ് കാണുന്നത്. The forensic psychologists view the client or defendant from a different point of view than traditional clinical psychologists. Traditional clinical psychologists ഒരു ഡിഫറെന്റ് വ്യൂ പോയിന്റ് ആണ് കൊടുക്കാറുള്ളത്. എങ്ങനെയാണ്? Seeing the situation from the client's point of view, empathizing is not the forensic psychologist's task. കണ്ടോ? അതായത് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് എംപതി കൊടുക്കുന്ന നല്ലൊരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. ട്രഡീഷണൽ സൈക്കോളജിസ്റ്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ പ്രൊസീജിയർ ആർ നോട്ട് സഫിഷ്യന്റ് ടു അപ്ലൈ ടു ഫോറൻസിക് സിറ്റുവേഷൻ. സാധാരണ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതോ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എടുക്കുന്ന പോലെ എല്ലാ ഫോറൻസിക് അവിടെ എംപതി അവർക്ക് സിമ്പിൾ ഒന്നുമില്ല. In forensic evaluation, it is important to assess the consistency of factual information across multiple sources. എത്രത്തോളം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നോക്കുക. കാരണം അത് കോടതിക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മൾ അവർ ജഗത്തിന്റെ അച്ഛനൊക്കെ ഭയങ്കര അങ്ങനെയാണ് നടത്തിയത്. അതുകൊണ്ട് ആ രീതിയിലൊന്നുമില്ല, ലീഗൽ കൺസേൺ വെച്ചിട്ടാണ്. Forensic evaluate must be able to provide the source on which any information is based. ഏത് ഇൻഫർമേഷൻ എടുക്കാനായാലും സോഴ്സ് കാണിക്കണം. Unlike more traditional application of clinical psychology, informed consent is not required when necessary is honored. That's a very important point ആട്ടോ. അതായത് ക്ലിനിക്കൽ സൈക്കോളജി ആയിക്കോട്ടെ, കൗൺസിലിംഗ് സൈക്കോളജി ആയിക്കോട്ടെ, കൺസെന്റ് മാത്രം ടെസ്റ്റ് ചെയ്യുന്നു. കോർട്ട് പറഞ്ഞിട്ട് ഒരു പ്രതിനെ അല്ലെങ്കിൽ ഒരു ആരോപിതനെ ടെസ്റ്റ് ചെയ്യാൻ എന്ത് വേണ്ട, അയാളുടെ സമ്മതം ആവശ്യമില്ല. ഇൻസ്റ്റഡ് defendant simply need to be notified regarding the purpose of evaluation. എന്തിനു വേണ്ടിയിട്ടാണ് evaluate ചെയ്യുക. And the fact that he or she will not have control how the information obtained is used. അതുപോലെ തന്നെ ആ പ്രതിക്കോ അല്ലെങ്കിൽ ആരോപിതനോ അവൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസിന് മേലെ കൺട്രോൾ ചെയ്യാം. എന്നോടൊരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട്, അയാളുടെ സമ്മതം കൂടാതെ പുറത്തു വിടാൻ പാടില്ല, ആരോടും പറയാൻ പാടില്ല. പക്ഷെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് സമ്മതവും വേണ്ട, കൊടുക്കുന്ന വിവരങ്ങൾ പുറത്ത് വിടാൻ അതിന് സമ്മതം വേണ്ട. But psychologists infrequently have to be concerned about the malignant or finding illness in non-criminal clinical setting. And forensic psychologists must be able to recognize the exaggeration of fake symptoms. നമ്മള് ഒരു സാധാരണ സൈക്കോളജിസ്റ്റിന് ഫേക്ക് സിംറ്റംസിലൊന്നും അങ്ങനെ പ്രശ്നമില്ലെങ്കിലും ഫോറൻസിക് സൈക്കോളജിയാണ് സിംറ്റം. കാരണം മാനസിക രോഗിയാണെന്നുണ്ടെങ്കില് ശിക്ഷയുടെ ഇളവൊക്കെ കിട്ടും. ഫേക്ക് ചെയ്യണമെന്നാണ് confidence, so that forensic psychologists must be skilled in recognizing varying degree of fine system. Failed system symptoms ആണെന്നൊക്കെ നോക്കാനുള്ള പ്രത്യേക അഭിനയിക്കുകയാണെന്നൊക്കെ പ്രത്യേക ഇത് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് വേണം. That forensic psychologists perform a wide range of tasks within the criminal justice system. By far the largest is that of preparing for and providing testimony in the courtroom. This task has been increasingly difficult as electronics have become sophisticated at undermining psychological testimony. The courtroom testimony provide കാരണം അതൊരു റിസ്കി ടാസ്ക് ആണ്. നമ്മളുടെ മൊഴിയുടെ ആധാരത്തിൽ ഇയാൾക്ക് ചിലപ്പോൾ ശിക്ഷ കൂടുതൽ ട്രിക്കി ടാസ്ക് ആണ്. Evaluating the client, preparing for testimony and testimony itself requires the forensic psychologist to have a firm grasp of law and legal situation at issue in the courtroom using the crime classification manual. തന്നെ ക്രൈം ക്ലാസിഫിക്കേഷൻ മാനുവൽസ് ലോവിനെ പറ്റി അറിഞ്ഞിരിക്കാം. അതൊക്കെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലൊക്കെ അത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിൽ ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അങ്ങനെ റെയർ ആയിട്ട് മാത്രമാണ് കോർട്ട്
ടെസ്റ്റിമണിക്കൊക്കെ ഹാജരായിട്ട് കാണിക്കണം. പക്ഷെ പുറമെ നിൽക്കുന്നൊക്കെ ഉണ്ടാകും. പറഞ്ഞു വന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു വന്നത് സെന്റൻസിങ് റെക്കമെൻഡേഷൻ, അതായത് ഏത് ശിക്ഷ വിധിക്കണം, എന്ത് ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അതർ ഇൻഫർമേഷൻ ജഡ്ജിന്റെ റിക്വസ്റ്റ് പ്രകാരം കൊടുക്കാറുണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. പോലീസിനെ ട്രെയിൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ ജൂറി സെലക്ഷനിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത്തോറിറ്റീസിനെ കൺസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ റിസർച്ചുകൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ലീഗൽ സിസ്റ്റത്തിനെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ കാണുന്ന പോലെ തന്നെ ഫോറൻസിക് അവിടെ എൺപതൊന്നുമില്ല. അവരെ ടെസ്റ്റ് ചെയ്യാൻ സമ്മതം വേണ്ട, അവർ തന്ന വിവരങ്ങൾ കൊടുക്കാൻ സമ്മതം വേണ്ട. ഇവിടെ കോർട്ടിന് ആവശ്യമുണ്ട് അത് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ, ഫേക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോർട്ടിലുള്ള പ്രസന്റേഷൻ വേണ്ടതും ക്രൈം ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ലീഗൽ സിറ്റുവേഷനും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ തിങ്കളാഴ്ചത്തെ ക്ലാസ്സില് ഞാൻ ചെറിയ ടാസ്ക് തരാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത് മെയിനായിട്ട് നോക്കാം. നേച്ചർ ആൻഡ് സ്കോപ്പ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എടുത്തത് നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് വന്നിട്ടുണ്ട് കേട്ടോ. 2022 വന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് 2024 വന്നിട്ടുണ്ട്. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് 10 മാർക്കിനും, ഇവിടെ ഫോറൻസിക് സൈക്കോളജി ഡിഫൈൻ ചെയ്യാൻ 6 മാർക്കിനും, നേച്ചർ ആൻഡ് സ്കോപ്പ് ഒരു 14 മാർക്കിനും, അത് നേച്ചർ ആൻഡ് സ്കോപ്പ് 20 മാർക്കിനും വന്നിട്ടുണ്ട്. സോ നിങ്ങൾ നേച്ചർ ആൻഡ് സ്കോപ്പിന് പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ഞാൻ ഹാൻഡായിട്ട് നേച്ചർ ആൻഡ് സ്കോപ്പിന്റെ പ്രിപ്പയർ ആയിട്ട് കാണിച്ചത് എങ്ങനെ 20 മാർക്കിന് എഴുതണം. അത് 16 മാർക്കിലേക്ക് 14 മാർക്കിലേക്കാണ് ഏതൊക്കെ പോയിന്റ്സ് കട്ട് ചെയ്യണം, 10 മാർക്കിലേക്കാണ് എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് എന്ത് ചെയ്യണം എഴുതി തന്നെ തരാം. അപ്പോ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഹാൻഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു മോഡൽ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ 20 മാർക്കിനാണ് നോട്ട് ദാറ്റ് ഈസി. സോ നിങ്ങൾ എന്റെ കൂടെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് അടിപൊളിയാക്കിയിട്ട് എക്സാം അവധിയാനായിട്ട് മാത്രം അങ്ങ് പഠിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ അല്ലേ സെഷൻ? അപ്പൊ ഇന്ന് എത്രയും മതി. അടുത്തൊരു സെഷനുമായി മൺഡേ കാണും.